ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞത്, ഉപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക് ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം മാറ്റി വെക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങി. കടുക് മുഴുവനായും പൊട്ടി വന്നതിന് ശേഷം മാത്രം അതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കൂമ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ മുഴുവനായും പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കൂമ്പിട്ട് കൊടുത്ത്, കൂമ്പ് മുഴുവനായി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൂമ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചെറുപയർ, ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ച ചെറുപയർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചെറുപയർ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലാതെ ഉണ്ടാക്കുക. അപ്പോൾ ഈ ചെറുപയറിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് ഉണ്ടാകുന്നത്. നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് മൂടി തുറന്ന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുക. ഇതിനുള്ളിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.